ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറുപയർ പരിപ്പ് പായസം. വളരെ സ്വാദിഷ്ടമായ പായസമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം വരും. പിന്നെ ഇതിന് നമുക്ക് ശർക്കരപ്പാനി വേണം. ഇത് ഒരു 250 ഗ്രാം ശർക്കര നന്നായിട്ട് പൊടിച്ച് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉരുക്കി അരിച്ചെടുക്കേണ്ടത്. പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുന്തിരിയും കശുവണ്ടിയുമാണ്. അത് ആവശ്യാനുസരണം എടുക്കാം. പിന്നെ ഏലക്കാപ്പൊടി വേണം. അത് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് നന്നായി അരച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യ് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. ആദ്യം നമുക്ക് ഒരു പാനിൽ നമ്മൾ ഈ ചെറുപയർ പരിപ്പില്ലേ അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വറുക്കണം. പിന്നെ നിറമൊക്കെ ഒന്ന് മാറി വരും. ഇത് തുടർച്ചയായിട്ട് നിറം മാറി വരുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. നന്നായി മൂത്ത് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ നന്നായി കഴുകണം. കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് മാറ്റാം. കണ്ടില്ലേ, കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 വിസിൽ വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെറുപയർ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചെറുപയർ പരിപ്പ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്ത ചെറുപയർ പരിപ്പാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ശർക്കരപ്പാനിയും ഈ ചെറുപയർ പരിപ്പും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരണം.
ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്കിത് ചെറുതീയിൽ വെച്ചതിന് ശേഷം വേറൊരു അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാക്കൊത്തും കിസ്മിസും കാഷ്യൂ നട്ട്സും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. കണ്ടില്ലേ, തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർക്കാം. അപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ പരിപ്പ് പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വളരെ രുചികരമായൊരു പായസമാണ്. അപ്പോൾ തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണാം. Thank you.